കൊമറേഡ് സീതാറാം യെച്ചൂരി കേരളീയ ദർശന്റെ കർണാടകയിലൂടെ എന്ന പരിപാടിയിലേക്ക്, അതിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദമായി സ്വാഗതം ചെയ്യും. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ്, CPIM അതിൻ്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറി ശ്രീ സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം വിടവാങ്ങി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാം സമാരംഭിക്കുകയാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് പരമോന്നത സമിതിയുടെ ജനറൽ സെക്രട്ടറി. സീതാറാം യെച്ചൂരിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം പുലർത്തുകയും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുകയും അത് അവലോകനം ചെയ്യുകയും അതിനെക്കുറിച്ച് നോട്ടുകൾ തയ്യാറാക്കുകയും അതെല്ലാം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനമായി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആ ബ്രാഹ്മണ യാഥാസ്ഥിക കുടുംബം എന്ന് പറയുന്നത് ഒരു പുരോഹിത കുടുംബമായിരുന്നു. പാരമ്പര്യമായി വൈദിക കാര്യങ്ങൾ കുല തൊഴിലായി സ്വീകരിച്ചു വന്ന ഒരു ഇടത്തരം കുടുംബമായിരുന്നു സീതാറാം യെച്ചൂരിയുടെ കുടുംബം. അദ്ദേഹം ബിരുദാനന്ത പഠനത്തിനായി ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാല ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി, അവിടെ ബിരുദാനന്തര പഠനത്തിന് ചേർന്നപ്പോൾ തന്നെ അദ്ദേഹം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, അതിന്റെ പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ അനിശ്ചിത സർവകലാശാലയുടെ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ അനിശ്ചിത നേതാവായി മാറുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടും. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകർ പോലും അത് ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി, അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി, CPIMന്റെ ഏരിയ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഫ്രാക്ഷൻ കമ്മിറ്റി മുതൽ മുകളിലോട്ട് കയറി ചെന്ന് അതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെയായി. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാകുമ്പോൾ അദ്ദേഹത്തിന് പ്രായം നന്നേ കുറവായിരുന്നു. അദ്ദേഹം ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ വെച്ച് CPIMന്റെ ജനറൽ സെക്രട്ടറിയായി, 5ാമത്തെ ജനറൽ സെക്രട്ടറി. ഈ സുന്ദരയ്യക്ക് ശേഷം EMS നമ്പൂതിരിപ്പാടിന് ശേഷം ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം പ്രകാശ് കരാട്ടിന് ശേഷം CPIMന്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരിയെ ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഏകദേശം ധാരണ ആയത് S. രാമേന്ദ്രൻ പിള്ള, പോളിറ്റ് ബ്യൂറോയിലെ സീനിയർ മോസ്റ്റ് അംഗമായ S. രാമേന്ദ്രൻ പിള്ളയെ ജനറൽ സെക്രട്ടറിയാക്കാനായിരുന്നു. വളരെ പതിറ്റാണ്ടുകളായി ഡൽഹിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്ന പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹത്തെയായിരുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പാനലാണ്
പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പാനൽ അവതരിപ്പിച്ച് പാസ്സാക്കിയതിനു ശേഷം ആ പോളിറ്റ് ബ്യൂറോ കൂടി ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പതിവാണ് CPIM-നെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളായി നടക്കുന്നത്. അത് താഴോട്ട് ബ്രാഞ്ച് സമ്മേളനം വരെ അങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ S. രാമേന്ദ്രപിള്ളയെ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനുള്ള തീരുമാനം അനൗദ്യോഗികമായി പോളിറ്റ് ബ്യൂറോ കൈക്കൊള്ളുന്നു. അതിനെ പ്രധാനമായും ചുക്കാൻ പിടിച്ചത് ശ്രീ പിണറായി വിജയനാണ്. എന്നാൽ അന്ന് പിണറായി വിജയനെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്നത് VS അച്യുതാനന്ദനാണ്. എന്നാൽ എവിടെ വെച്ചോ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, വളരെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവർ പോലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിസ്സാരമായ സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ അത് വളരെ ഉയർന്ന നിലയിലേക്ക്, ആ പിണക്കം വളരെ ഉയർന്ന നിലയിലേക്ക് വന്നു പോവും എന്നതിന് ഉദാഹരണമാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ശ്രീ VS അച്യുതാനന്ദനും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള പിണക്കം. ആ പിണക്കത്തിന്റെ രക്തസാക്ഷിയാവേണ്ടി വന്നതാവട്ടെ ശ്രീ S. രാമേന്ദ്രപിള്ള. S. രാമേന്ദ്രപിള്ള പിണറായി വിജയന്റെ നോമിനി ആയതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് മാത്രമായിരിക്കാം VS അച്യുതാനന്ദൻ ശ്രീ S. രാമേന്ദ്രപിള്ളയ്ക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. പോളിറ്റ് ബ്യൂറോയിലെ സീനിയർ മോസ്റ്റ് അംഗമായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ, ആ VS അച്യുതാനന്ദൻ സീതാറാം യെച്ചൂരിയുടെ പേര് ഉയർത്തിക്കൊണ്ടുവന്നു. സീതാറാം യെച്ചൂരിയുടെ പേരിനോടൊപ്പം നിന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അന്ന് ഭൂരിപക്ഷം കുറവായിരുന്നെങ്കിൽ തന്നെ ഭൂരിപക്ഷം S. രാമേന്ദ്രപിള്ളയുടെ കൂടെ ആയിരുന്നുവെങ്കിലും ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ VS അച്യുതാനന്ദന്റെ തീരുമാനത്തെ, നിലപാടിനെ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കേണ്ടി വന്നു. എങ്കിലും അന്ന് S. രാമേന്ദ്രപിള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോളിറ്റ് ബ്യൂറോയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും S. രാമേന്ദ്രപിള്ള ജനറൽ സെക്രട്ടറി ആവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്നുള്ള തീരുമാനം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എടുക്കുകയും, എന്നാൽ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ മത്സര രംഗത്ത് S. രാമേന്ദ്രപിള്ള താൻ ഇല്ല എന്ന് ഉറച്ച് തീരുമാനം എടുക്കുകയും ചെയ്തതിന്റെ പേരിൽ ശ്രീ S. രാമേന്ദ്രപിള്ള മത്സര വേദിയിൽ നിന്നും ഒഴിവാവുകയും അങ്ങനെയാണ് സീതാറാം യെച്ചൂരിയെ ഐക്യകണ്ഠേന ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. CPIM-ന്റെ 5ാമത്തെ ജനറൽ സെക്രട്ടറി. അദ്ദേഹം ഒരു എല്ലാവരുമായും സഹകരിച്ച് ഒരു ഏകാധിപത്യ സ്വഭാവമില്ലാത്ത ആളായിരുന്നു. എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന നേതാക്കളുമായിട്ട് പോലും ഒരു സൗഹൃദമായ അന്തരീക്ഷം, ഒരു സൗഹൃദമായ സ്നേഹബന്ധം അദ്ദേഹം നിലനിർത്തിക്കൊണ്ടുപോകും. അത് എല്ലാവരുമായി, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും സീതാറാം യെച്ചൂരിയുടെ സ്നേഹപൂർവമായ ഇടപെടലിൽ അദ്ദേഹത്തോട് വളരെയധികം അടുപ്പം കാണിച്ചവരാണ്. അത് സോണിയാഗാന്ധി മുതൽ ലാൽ കൃഷ്ണ അദ്വാനി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ ആ നിരയിൽ ഉൾപ്പെടുന്നു. അങ്ങനെ എല്ലാവരുമായും സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം രൂപീകരിച്ചെടുക്കാൻ ശ്രീ യെച്ചൂരിക്ക് കഴിഞ്ഞു. അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ചുമയ്ക്കുന്നത്. ആ ചുമ ഒരു വല്ലാത്ത രോഗത്തിന്റെ സിഗ്നലാണെന്ന്, അടയാളമാണെന്ന് സോണിയാഗാന്ധിക്ക് മനസ്സിലാവുകയും അദ്ദേഹത്തോട് ഉടനെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ആ നിർദ്ദേശത്തെ
അവഗണിച്ചുകൊണ്ട് താൻ വന്ന ദൗത്യം സോണിയാഗാന്ധിയുമായി പൂർത്തിയാക്കുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോഴത്തേക്കാണ് സോണിയാഗാന്ധി പറഞ്ഞത്, ഇല്ല, യെച്ചൂരി ഇനി സംസാരവുമായി മുന്നോട്ട് പോണ്ട, അടിയന്തരമായി എയിംസ് ആശുപത്രിയിൽ പോകണം. ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ കൂടെ നിന്ന മറ്റുള്ള പ്രവർത്തകരോടൊപ്പം സോണിയാഗാന്ധി ഈ ആവശ്യം ഉന്നയിക്കുകയും എണീറ്റ് പോയി മുറിക്ക് പുറത്തിരുന്ന CPIM-ന്റെ പ്രവർത്തകരോട്, അതുപോലെ സീതാറാം യെച്ചൂരിയുടെ കൂടെ വന്ന പ്രവർത്തകരോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തെ അടിയന്തരമായ ചികിത്സ നടത്തി. എന്നാൽ അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ചിരുന്നു. ശ്വാസകോശപരമായ ആ രോഗം വളരെ മൂർച്ഛിച്ചിരുന്നു. അദ്ദേഹത്തിന് അടിയന്തരമായി എയിംസിൽ നിന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ നിന്നും കിട്ടാവുന്നതിന്റെ പരമാവധി ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കുകയും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ബോധാവസ്ഥയിലേക്ക് വരികയും പിന്നെ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുകയും അവസാനം ന്യൂമോണിയ കൂടെ ബാധിച്ചതോടെ അദ്ദേഹത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു വന്ന് രാഷ്ട്രീയ ലോകത്തിന്റെ നേതൃത്വ നിലയിൽ നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലായി അദ്ദേഹത്തെ അടിയന്തരമായി വെന്റിലേറ്ററിലേക്ക് മാറ്റി ചികിത്സിച്ചു. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ഇതിഹാസ പുരുഷൻ, രാഷ്ട്രീയ ഇതിഹാസ പുരുഷൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായ എല്ലാ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ഇത്രയധികം ശാസ്ത്രീയ ബോധത്തോടെ പഠിക്കുകയും അതിന് അനുസൃതമായ നിലപാടുകൾ എടുക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ്, എല്ലാവരും ആദരിക്കപ്പെട്ട ആ രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്, നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആ സ്ഥാനം അനാഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട്, ജീവിതത്തോട് വിട പറഞ്ഞത്. അദ്ദേഹം പഠിച്ച ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അത് പൊതുദർശനം ലഭിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും മുൻകാല വിദ്യാർത്ഥികളും നിലവിലെ വിദ്യാർത്ഥികളും എല്ലാം അദ്ദേഹത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളി തന്നെ അദ്ദേഹത്തെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി JNU എന്തുമാത്രം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അടിയന്തരാവസ്ഥ നിലവിൽ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാം കൊണ്ടും ശക്തയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നതും ആ ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനം ഇന്ദിരാഗാന്ധി ആവശ്യപ്പെടണമെന്നുള്ള ആവശ്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വിദ്യാർത്ഥി വിചാരണ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയുടെ മുറ്റത്ത് നടക്കുകയും ഇന്ദിരാഗാന്ധി യാതൊരു സങ്കോചമില്ലാതെ ആ ജനകീയ വിചാരണയുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു. ജവഹർലാൽ നെഹ്റു സീതാറാം യെച്ചൂരിയോട് ആവശ്യപ്പെട്ടു ആ ജനകീയ വിചാരണയിൽ അവതരിപ്പിക്കുന്ന പ്രമേയം മുഴുവനും വായിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ആവശ്യപ്രകാരം ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടത് വശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ സമീപത്ത് നിന്നുകൊണ്ട് ആ ഇന്ദിരാഗാന്ധിയെ ജനകീയ വിദ്യാർത്ഥി വിചാരണ ചെയ്യുന്ന പ്രമേയം മുഴുവൻ വായിക്കുകയും കയ്യും കെട്ടി നിന്ന് ഇന്ദിരാഗാന്ധി ആ വിചാരണ പ്രമേയം മുഴുവൻ കേൾക്കുകയും ആ കേട്ടതിന് ശേഷം അവർ തിരിച്ചുപോയി ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്ത ചരിത്രപരമായ സംഭവം. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ യെച്ചൂരിയെ കുറിച്ച് പറയാനുണ്ട്. അതിലേക്കൊന്നും കടക്കാതെ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി എന്ന ആശയം തന്നെ കൊണ്ടുവന്നതും അതിനുവേണ്ടി
പ്രവർത്തിച്ചതും അത് ഒരു വലിയ സംഭവമാക്കി മാറ്റിയതും സീതാറാം യെച്ചൂരിയാണ്. ആ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതുകൊണ്ടാണ് യെച്ചൂരിയോടൊപ്പം ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം അണിചേർന്നപ്പോഴാണ് BJPയുടെ ഒറ്റക്കക്ഷി എന്ന സ്വപ്നം, ഒറ്റക്കക്ഷി കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണം കൈയാളിയിരുന്ന BJPക്ക് ആ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഭരണം കൈയാളാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർത്തതിന് പിന്നിൽ സീതാറാം യെച്ചൂരിയുടെ വളരെ കടുത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമായി അദ്ദേഹം കൈക്കൊണ്ട നിലപാടുകളായിരുന്നു BJPയെ ഒറ്റക്കക്ഷിയിൽ നിന്നും മാറ്റി കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് എത്തിക്കുകയും ഏകപക്ഷീയമായി എടുക്കുന്നതിൽ നിന്നും BJPക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുത്തതും സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ വീക്ഷണമാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. റെഡ് സല്യൂട്ട് കൊമറേഡ് സീതാറാം യെച്ചൂരി. അവസാനമായി പറയാനുള്ളത്, ഈ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ മുമ്പെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും പല കാരണങ്ങളാൽ അത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഇപ്പോൾ വളരെയധികം വിവാദമായിട്ടുള്ള ഒരു ADGPയെ കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് എങ്ങനെ അവസാനിക്കുമെന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പറയാനാവില്ല. ഇത് പറയുമ്പോൾ ഈ കാലാകാലങ്ങളിൽ ഇതിനു മുമ്പ് ഈ സർക്കാരിന് തൊട്ട് മുമ്പുള്ള ഇതേ മുഖ്യമന്ത്രി തന്നെ ഭരണത്തിരുന്നപ്പോഴാണ് ഒരു സ്വർണ്ണ കടത്ത് കേസുമായി, ഒരു സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അന്നും ഒരു സീനിയർ IASകാരനെ സംരക്ഷിക്കാനും സർക്കാർ അവസാനം വരെ ശ്രമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സത്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ അതുകൊണ്ട് അർത്ഥമാകുന്നുള്ളൂ. അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, IT-യുടെ ഉപദേഷ്ടാവ് ആയിരുന്ന ഒരു ശിവശങ്കരൻ അവസാനം വരെ സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവസരം അദ്ദേഹത്തെ നിവൃത്തിയില്ലാതെ കൈവിട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ വന്നു. അദ്ദേഹം ജയിലിലായി. അതേ ഒരു അനുഭവം ഈ സർക്കാരിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കാരണം ഈ സർക്കാരുകൾ സീനിയർ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ചും IAS, IPS, IRS, IFS തന്നെ രണ്ട് തരത്തിലുണ്ട്. ഇന്ത്യൻ ഫോറിൻ സർവീസും ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഉണ്ട്. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാരാണ്. ഇവരെല്ലാം ആവശ്യങ്ങൾക്ക് സർക്കാരിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്, സംസ്ഥാന സർക്കാരുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരെല്ലാം കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ, അവരെല്ലാം സംരക്ഷിക്കുന്ന നിലപാടുകൾ, അവരെല്ലാം പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്ന സ്വഭാവങ്ങൾ പല സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അവർ അനുഭവിച്ചിട്ടുമുണ്ട്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. കേരളത്തിന്റെ പ്രഥമ സർക്കാർ 1957 സർക്കാരിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ TV തോമസ്, അദ്ദേഹം ജപ്പാനിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് പഠിക്കാനും അവിടുത്തെ വ്യവസായ മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ജപ്പാനിലേക്ക് പോയി. കൂടെ കൂട്ടിക്കൊണ്ടുപോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവികളോ ആയിരുന്നില്ല. അന്നത്തെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കുരുവിളയായിരുന്നു. കുരുവിള എന്ന് പറയുന്നത് അവരുടെ കുടുംബ പേരാണ്. ആ കുരുവിള കുടുംബത്തെ ജനിച്ചവർക്കെല്ലാം ആ പേരിന്റെ അവസാനം ആ പേര് നിലനിർത്തി കൊണ്ടുപോകുന്നു. അന്നത്തെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂട്ടിക്കൊണ്ടാണ് ശ്രീ TV തോമസ് ജപ്പാനിലെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചും അവിടെ തൊഴിലാളികളുടെ
പ്രശ്നങ്ങളെക്കുറിച്ചും പഠിച്ച് അവിടുത്തെ വ്യവസായ രീതിയെക്കുറിച്ച് പഠിച്ച് അത് കേരളത്തിൽ എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവായ മന്ത്രി ടി വി തോമസ് ജപ്പാനിൽ പോയത്. കൂടെ കൂട്ടിയതാവട്ടെ അന്നത്തെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി കുരുവിള. ഈ കുരുവിള അമേരിക്കൻ ചാര സംഘടനയായ CIA ചാരനായിരുന്നുവെന്ന് വളരെ താമസിച്ചതിന് ശേഷമാണ് അറിയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇദ്ദേഹം അമേരിക്കൻ ചാര സംഘടനയായ CIA ചാരനായിരുന്ന ഒരാളുടെ ഒരു കുരുവിളയുടെ അനുജനായിരുന്നു ഈ കുരുവിള എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ശ്രീ പവനന്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇവിടെ ഈ കേരളദർശന്റെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് വെറുതെ പറയുന്നതല്ല. അവസാനമായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളത് തിരുവോണത്തെക്കുറിച്ചാണ്. തിരുവോണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ തിരുവോണത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. മഹാബലിയെക്കുറിച്ചും വാമനെ കുറിച്ചും മഹാബലി വർഷത്തിലൊരിക്കൽ കേരളം സന്ദർശിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതൊന്നും ഒരു പുനരാവിഷ്കരണത്തിലേക്ക് കടക്കാൻ കേരളദർശൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഈ തിരുവോണം എന്ന് പറയുന്നത് ആര്യ സംസ്കാരത്തിന്റെ ഭാഗമല്ല, അത് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണ്. കാരണം മഹാബലി എന്ന് പറയുന്നത് അസുര ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ടാണ് അത് ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാനുണ്ടായ സാഹചര്യം. പുരാണ ഐതിഹ്യ പ്രകാരം മഹാബലി പ്രഹ്ലാദന്റെ ചെറുമകനാണ്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള ഒരു ചക്രവർത്തിയായിരുന്നത് കൊണ്ടാവാം അന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും യാതൊരുവിധ ദാരിദ്ര്യവുമില്ലാതെ, യാതൊരുവിധ കള്ളവും ചതിയുമില്ലാതെ, വഞ്ചനയില്ലാതെ, സൂക്ഷിതരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു ഭരണം അദ്ദേഹം കാഴ്ചവെച്ചു എന്നാണ് പുരാണ ഇതിഹാസത്തിൽ പറയുന്നത്. പുരാണ ഇതിഹാസവും യാഥാർത്ഥ്യവുമായി ശാസ്ത്രവുമായി എന്തുമാത്രം പൊരുത്തപ്പെട്ട് നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. അന്നത്തെ ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ തിരുവോണം മഹാബലി വീണ്ടും തന്റെ പ്രജകളെ കാണുന്നതിന് വേണ്ടി വാമൻ എന്ന മഹാവിഷ്ണുവോട് അനുമോദം ചോദിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ തിരുവോണം നാളിൽ മഹാബലി കേരളം സന്ദർശിക്കുന്നത്. കേരളത്തിലെ മാത്രമല്ല തിരുവോണം ആഘോഷിക്കുന്നത് തിരുച്ചെന്തൂരിലും തഞ്ചാവൂരിലുമൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മറ്റ് പല പേരുകളിലും ഓണം ആഘോഷിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുമായി ഓണത്തിന് ബന്ധമുണ്ട്. അതായത് കാർഷിക മേഖലയിലേക്ക് കടന്നാൽ അന്ന് വിളവെടുപ്പിന്റെ കാലഘട്ടമാണ്. അത് വയലുകളിൽ നെൽകൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഓണത്തിന് മുമ്പ് തന്നെ വയലുകളിലെല്ലാം കൊയ്ത് അതെല്ലാം പൊലിയായി നെല്ലായി കർഷകരുടെ വീടുകളിൽ എത്തുന്ന സമയം അവിടെ കർഷക തൊഴിലാളികൾക്ക് ഓണപ്പുടവയും അവർക്ക് സദ്യവട്ടവും ഒക്കെ ഒരുക്കി കൊടുക്കുന്ന കർഷകരുടെ ഒരു പഴയ കാലഘട്ടം കേരളം ഓർക്കുന്നു. ഇന്നത്തെ കേരളത്തിൽ അതൊന്നുമില്ല. എല്ലാം റെഡിമെയ്ഡായി, എന്തിന് അത്തപ്പൂക്കളം പോലും റെഡിമെയ്ഡായി വാങ്ങിക്കൊണ്ട് വിൽക്കുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാം റെഡിമെയ്ഡ് ആവുന്നു. ഒരുപക്ഷെ ഓണസദ്യ പോലും ഇന്ന് റെഡിമെയ്ഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ്, സാമൂഹിക സാഹചര്യത്തിലാണ്, കാലഘട്ടത്തിലാണ് ഇന്നത്തെ ഓണവും കടന്നു പോകുന്നത്. എങ്കിലും ഓണം ഇന്നും എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം താലോലിക്കുന്ന ഒരു സംഭവമായി ഇപ്പോഴും നിലകൊള്ളുന്നു. ആ ഓണാഘോഷത്തിന് ഓണത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാം ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.